ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പറയുകയാണെങ്കിൽ ഇലക്ഷന് എക്സിറ്റ് പോൾ വന്നിട്ടില്ല. എക്സിറ്റ് പോൾ ഇനിയിപ്പോൾ 29 തീയതി, ഏപ്രിൽ മാസം 29 മാത്രമേ എക്സിറ്റ് പോൾ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. ഇനിയും ഒരുപാട് ദിവസമുണ്ട് എക്സിറ്റ് പോൾ പുറത്തുവിടാൻ. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങൾ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു UDF ട്രെൻഡാണ് കേരളത്തിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LDFിൻ്റെ ലാസ്റ്റ് വണ്ടി എന്നുള്ളതിനപ്പുറം ഇപ്പോൾ ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ രാജസ്ഥാനോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളൊക്കെ എടുത്താൽ അവിടെ കർണാടക എടുത്താൽ കർണാടകയുണ്ട്, തെലുങ്കാന നമ്മുടെ രേവന്ത് റെഡ്ഡിയുടെ തെലുങ്കാനയുണ്ട്, അതുപോലെ ഹിമാചൽ പ്രദേശ്, രാജസ്ഥാനില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എടുത്താൽ കോൺഗ്രസ്സിന് വീണ്ടും അധികാരത്തിലുണ്ടവർ. അതേസമയം CPMന് അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ഇന്ത്യയിലെ അവസാന മുത്തും അവസാന തരിയും അവസാനത്തെ കനലും ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് CPMനെ സംബന്ധിച്ച്. ഇത് ലാസ്റ്റ് വണ്ടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് രാവിലെയും MA ബേബി പറഞ്ഞിട്ടുണ്ട്, BJP അതിശക്തമായി കേരളത്തിൽ വളരുകയാണ്. ആ വളർച്ച തളർത്തുന്നത് CPMനെ കൂടി ആയിരിക്കും. പ്രത്യേകിച്ച് CPMനകത്തുള്ള ഈഴവ വോട്ടുകൾ, നായർ വോട്ടുകൾ വളരെ ഗണ്യമായ തോതിൽ ഇപ്രാവശ്യം BJP പിടിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും N ബ്ലോക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ലീഗ് പിടിക്കുകയും, ലീഗല്ല UDF പിടിക്കുകയും, അതേസമയം ഹിന്ദു വോട്ട് മൂന്നായി പിരിഞ്ഞ് അതിൽ ഒരു വിഭാഗ വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന LDFന് കിട്ടിക്കൊണ്ടിരുന്നത് വലിയ തോതിൽ UDFനും അതുപോലെ തന്നെ BJPക്കും കിട്ടുകയാണെങ്കിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ അട്ടിമറി നടക്കും. തിരുവനന്തപുരം വാമനപുരത്ത് TK മുരളിയും, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സതീഷും, IB സതീഷ് കാട്ടാക്കട, വർക്കലയിൽ ജോയി, അതുപോലെ തന്നെ ശക്തൻ നാടാർ, അവിടെ അൻസലം മത്സരിക്കുന്ന അൻസലം തുടങ്ങിയ ഒരുപാട് മണ്ഡലങ്ങളിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങോട്ട് പോയാൽ വീണ ജോർജിന്റെ പത്തനംതിട്ടയിൽ വീണ ജോർജിന് അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. പഴകുളം മധു റാന്നിയിൽ ജയിക്കുമെന്നാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നത് റാന്നിയിൽ പഴകുളം മധു ജയിക്കും, കോന്നിയിൽ ആ പ്രൊഫസർ ജയിക്കാനുള്ള സാധ്യത. ഇങ്ങനെ ഓരോ ജില്ല എടുത്താലും കൊല്ലത്ത് ബിന്ദു കൃഷ്ണയുടെ സാധ്യതയാണ് കേൾക്കുന്നത്, കുണ്ട്രയിൽ വിഷ്ണുനാഥിൻ്റെ പേരാണ് കേൾക്കുന്നത്, കുന്നത്തൂരിൽ കേൾക്കുന്നത് പിന്നെ നമ്മുടെ കോവൂർ കുഞ്ഞുമോൻ്റെ പേരാണ്, അതുപോലെ തന്നെ പിന്നെ ചവറയിൽ ഷിബു ബേബി ജോണിൻ്റെ പേര് ശക്തമായി കേൾക്കുന്നു. അങ്ങനെ തുടങ്ങി പോയാൽ മണലൂർ, തൃശ്ശൂരും മണലൂരും നാട്ടികയും വടക്കാഞ്ചേരിയും ഒക്കെ BJP ശക്തമായ മുന്നേറ്റം നടത്തുന്നു. തിരുവനന്തപുരം നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കാട്ടാക്കടയും പിന്നെ പാലക്കാടും മഞ്ചേശ്വരവും ഒക്കെ വലിയ തേരോട്ടമാണ് BJP നടത്തുന്നത്. ഗുരുവായൂരിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിരുന്നത് UDF ജയിക്കുമെന്നാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് തുല്യമെന്നാണ്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും വലിയ അട്ടിമറി നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം BJPയുടെ എൻട്രി തന്നെയാണ്. BJPയുടെ എൻട്രിയിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം UDF പിടിക്കുകയും ഹിന്ദു വോട്ട് പല കഷ്ണങ്ങളായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൽ വലിയ പീസ് പിടിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ BJP വലിയ ഒരു സാധ്യതയായി വരികയും ഇത് ഞാൻ പറഞ്ഞ പോലെ CPMന്റെ അവസാന വണ്ടിയായി മാറും. രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഇനി കേരളത്തിൽ 3 മുന്നണികളില്ല, 2 മുന്നണിയേ ഉള്ളൂ. അതിൽ ഒരു മുന്നണി BJP ആയിരിക്കും, NDA ആയിരിക്കും, മറ്റേ മുന്നണി UDF ആയിരിക്കും, LDF മുന്നണി ഇനി ഇല്ല എന്നൊരർത്ഥത്തിൽ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. വലിയ ഒരു പ്രസക്തിയുള്ള വാചകമാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ 3 മുന്നണികൾ 2 മുന്നണികളായി മാറുമോ? തൽക്കാലം മാറിയില്ലെങ്കിലും ഭാവിയിൽ അങ്ങനെ വലിയ സാധ്യതകളുണ്ട്. കാരണം ഞാനീ പറഞ്ഞ പോലെ ഹിന്ദുക്കളായിട്ടുള്ളവർ പിന്നെ UDFലും BJPയിലേക്കും നന്നായി ചേക്കേറുമ്പോൾ, മുസ്ലിം ക്രിസ്ത്യാനികൾ വളരെ വലിയ തോതിൽ UDFലേക്ക് ചേക്കേറുമ്പോൾ തീർച്ചയായിട്ടും ആരുടെ വോട്ട് വച്ചിട്ടാണ് CPM ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അങ്ങനത്തെ ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് ലാസ്റ്റ് വണ്ടിയാണെന്ന് പറയേണ്ടി വരും. കാരണം അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമോ എന്ന ചോദ്യമാണ് കേരള സമൂഹം ഉയർത്തുന്നത്. അല്ല, ഒരു പ്രാവശ്യം കൂടെ പിണറായി വിജയനാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് UDFന്റെ ലാസ്റ്റ് വണ്ടിയായി ഇത് മാറുമോ? കാരണം UDFന് വേണ്ടത്ര MLA-മാരെ കിട്ടാതിരിക്കുമ്പോഴാണല്ലോ LDF വരുന്നത്. അങ്ങനെ വന്നാൽ UDFന് പിന്നെ സതീശന്റെ വനവാസവും പിന്നെ അവരുടെ തൊഴുത്തിൽ കുത്തും തമ്മിൽ പോരും എല്ലാം ഗ്രൂപ്പിന് അതീതമായി പുറത്തു വരികയും അത് വലിയ പ്രതിസന്ധി കോൺഗ്രസിലും UDFലും സൃഷ്ടിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് ലീഗും കേരള കോൺഗ്രസും മാത്രമായിരിക്കും അതിനകത്ത് രക്ഷപ്പെട്ട് നിൽക്കുക. പിന്നെ RMP, CMP ഇങ്ങനെയുള്ള കുഞ്ഞു പാർട്ടികളെല്ലാം നിൽക്കും. അതേസമയം കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര കലാപം ഉണ്ടാവാൻ സാധ്യതയുണ്ട് തോറ്റുപോയാൽ. അതേസമയം ജയിച്ചാൽ കോൺഗ്രസിനകത്തല്ല CPMന്റെ അവസാനത്തെ വണ്ടിയായിരിക്കും. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും വോട്ടില്ലാത്ത അല്ലെങ്കിൽ സ്ഥാനമില്ലാത്ത പൊസിഷൻ ഇല്ലാത്ത ഭരണമില്ലാത്ത പാർട്ടിയായി
CPM മാറുമോ, CPMന്റെ വാട്ടർലൂ ആകുമോ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് കേരള സമൂഹം ഉറ്റുനോക്കുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ കൗതുകവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും രാഷ്ട്രീയ വിദ്യാർത്ഥികളും എല്ലാം നോക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ സംഭവിക്കുക, രാഷ്ട്രീയമായ ഒരു ബോംബ് ഉണ്ടാകുമോ, ഒരു അട്ടിമറി നടക്കുമോ. ആ അട്ടിമറി നടന്നാൽ അതിൽ CPM വീഴുകയാണെങ്കിൽ വല്ലാത്തൊരു വീഴ്ചയായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം CPM പ്രവർത്തിക്കണമെങ്കിൽ 1 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെ ആവശ്യമുണ്ട്. ഈ പണമെല്ലാം ഉണ്ടാക്കുന്നത് ഭരണത്തിന്റെ തണലിൽ കൂടിയാണ്. കാര്യം മുതലാളിമാരൊക്കെ പണം കൊടുക്കണമെങ്കിൽ ഭരണം ഉണ്ടായിരിക്കണം. ഭരണമില്ലെങ്കിൽ ഈ പറയുന്ന വലിയ വൻകിട മുതലാളിമാർ പണം കൊടുക്കില്ല. അങ്ങനെ കിട്ടുന്ന പണം കൂടെ കൊണ്ടാണ് ഇന്ത്യയിൽ CPM എന്ന പാർട്ടി ഇന്ന് അന്നം കഴിച്ചും വെള്ളം കുടിച്ചും ജീവിച്ചിരിക്കുന്നത്. അതിനുള്ള മുഖ്യ അന്നദാതാവ് പിണറായി വിജയനും കൂടിയാണ്. പക്ഷെ അതിനൊക്കെ ഒരു കോട്ടം വന്നാൽ, പിണറായി വിജയൻ ഒന്ന് തളർന്നാൽ, അദ്ദേഹം തോറ്റാൽ പ്രതിപക്ഷ നേതാവ് പോലും ആയിരിക്കാൻ സാധ്യതയില്ല. രാജീവോ അല്ലെങ്കിൽ MP രാജേഷോ ബാലഗോപാലിനെ പോലുള്ള ജയിക്കുന്ന, അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ജയിച്ചാൽ ശൈലജ ടീച്ചറോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ്. അതുപോലും ആകാൻ സാധ്യതയില്ല. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ വണ്ടിയാണ് ഇത്. വാളയാർ കടന്നു പോകുമോ അതോ കേരളത്തിൽ തന്നെ സർവീസ് നടത്തുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന രാഷ്ട്രീയ കൗതുകം.